നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെയും ആ ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭൂസ്വത്തുക്കളുടെയും മറ്റ് സ്വത്തുക്കളുടെയും എല്ലാം കസ്റ്റോഡിയനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമാകുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ട ഏക്കർ കണക്കിന് ഭൂസ്വത്തുക്കൾ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ദേവസ്വം ബോർഡിന് ഉത്തരമുണ്ടാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സംസ്ഥാനത്തിനകത്ത് ഉള്ള ഭൂസ്വത്തുക്കളേക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്ത് സ്വത്തുക്കളുണ്ട് എന്നാണ് കേട്ടുകേൾവി. അതായത് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത്, കന്യാകുമാരി ജില്ല പോലെയുള്ള പ്രദേശങ്ങളിൽ നിരവധി ഭൂവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഭൂസ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമല്ല, ആന്ധ്രയിലും കർണാടകയിലുമെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസ്ഥാനത്തിന് പുറത്ത് എണ്ണിയാൽ തീരാത്തത്ര തരത്തിലുള്ള ഭൂസ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ദേവസ്വം സ്വത്തുക്കൾ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കേരളത്തിന് പുറത്തുള്ള ഭൂസ്വത്തുക്കളെക്കുറിച്ചുള്ള കൃത്യമായ രേഖകളോ അവയിന്മേൽ ഉടമസ്ഥാവകാശം ഉന്നയിക്കാനുള്ള തരത്തിലുള്ള വിവരങ്ങളോ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിരുന്ന ഭൂസ്വത്തുക്കളിൽ ഭൂരിഭാഗവും അന്യാധീനപ്പെട്ട് കഴിഞ്ഞു. പലതും അന്യമതസ്ഥർ കയ്യേറിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവകാശവാദം പോലും ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. ഈ സ്വത്തുക്കൾ വീണ്ടെടുക്കണമെങ്കിൽ ഒരു വലിയ പ്രയത്നം തന്നെ വേണ്ടിവരും. ഒരു ഭഗീരഥ പ്രയത്നം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിലുണ്ടായിരുന്ന അന്യാധീനപ്പെട്ടു പോയ ഭൂസ്വത്തുക്കൾ വീണ്ടെടുക്കാൻ വേണ്ടിവരും. അങ്ങനെയുള്ള ശ്രമങ്ങൾ പല സംഘടനകളും കേരളത്തിന് പുറത്തുള്ള പല സംഘടനകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകൾക്ക് ഈ അന്യാധീനപ്പെട്ടു പോയ ഭൂമി തിരിച്ചു പിടിക്കുന്നതിൽ വലിയ താല്പര്യം കാണുന്നില്ല. ചില ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത് തിരിച്ചു പിടിക്കുമെന്നും ഇതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഒരു ചെറിയ കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടി പരിഹരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദേവസ്വം ബോർഡ് ഭരണസമിതികൾ നിലവിൽ വരുമ്പോഴെല്ലാം, പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി നിലവിൽ വരുമ്പോഴെല്ലാം അവരുടെ ചില ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവർ ചിലവഴിക്കുന്നത് ശബരിമലയിലാണ്. ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ, ശബരിമലയിൽ ഭക്തന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ശബരിമലയിലെ പരാതികൾ പരിഹരിക്കുക, ശബരിമലയിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുക, ഇതിനു മാത്രമേ ദേവസ്വം ബോർഡുകൾക്ക് മാറി മാറി വരുന്ന ബോർഡുകൾക്ക് സമയം കിട്ടാറുള്ളൂ. ബാക്കി അല്പസമയം മാത്രമാണ് മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഇതുപോലെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭൂമി അന്യാധീനപ്പെടുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ 2 വർഷം എന്നത് ഒരു രാഷ്ട്രീയ കാരണങ്ങളാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നിജപ്പെടുത്തിയിരിക്കുന്നു. ആ കാലാവധി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം നിലവിലുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നത് ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധി എന്നതിന് വേണ്ടി മാത്രമല്ല ഇത് നിയമിക്കപ്പെടുന്നത്. അത് ഏതാണ്ട് വിസ്മൃതിയിലാണ്ടിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നിയമനങ്ങളാണ് ഈ ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ കേരളം ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളോ താല്പര്യമെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും പുതിയ ഉദാഹരണം വാരാണസിയിൽ നിന്ന് വരുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലെ വാരാണസിയിൽ ദേവസ്വം ബോർഡിന് ഏക്കർ കണക്കിന് ഭൂമിയും, തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവിതാംകൂറിന് ഏക്കർ കണക്കിന് ഭൂമിയും ഒരു സത്രവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സത്രവും ഏക്കർ കണക്കിന് ഭൂമിയും, അതായത് വാരാണസിയിലെ ചൗക്കി ഘാട്ടിനും കേദാർ ഘാട്ടിനും ഇടയ്ക്ക് സോനാപൂരിലാണ് ഈ വലിയ ഭൂസ്വത്ത് തിരുവിതാംകൂറിന് പണ്ടുണ്ടായിരുന്നത്. പിന്നീട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പക്ഷേ ഇതെല്ലാം കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിൽ 10 സെൻറ്റ് ഭൂമി മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിലുള്ളൂ. ഈ 10 സെൻറ്റ് ഭൂമിയിൽ ഒരു 2 നില കെട്ടിടമുണ്ട്.
ഡോർമിറ്ററി ആയിട്ടാണ് ആ ഇരുനില കെട്ടിടം പ്രവർത്തിച്ചു വരുന്നത്. ട്രാവൻകൂർ ധർമ്മശാല സത്രം എന്ന് മലയാളത്തിൽ ഈ ഒരു കെട്ടിടത്തിൽ ബോർഡുണ്ട്. പക്ഷേ ഈ സത്രമൊക്കെ നടത്തിക്കുന്നത് ചില സ്വകാര്യ വ്യക്തികളാണ്. അവർ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പോലും ദേവസ്വം ബോർഡിന് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ കെട്ടിടവും സ്വത്തുവകകളുമെല്ലാം ഏതാണ്ട് കയ്യേറിയ സ്ഥിതിയിലുമാണ്. ദേവസ്വം ബോർഡ് എത്രയും വേഗം ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എങ്കിൽ ഈ ഭൂമിയും അന്യാധീനം പെട്ടു പോകുമെന്ന് അവിടുത്തെ മലയാളി അസോസിയേഷനുകളാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തും കെട്ടിടവുമാണ് ഇപ്പോൾ കയ്യേറി വച്ചിരിക്കുന്നത്. അതിൽ ഈ കെട്ടിടവും മറ്റും കയ്യേറിയിരിക്കുന്നത് അന്യമതസ്ഥരാണ് എന്ന് പോലും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഈ കെട്ടിടം ട്രാവൻകൂർ ധർമ്മശാല സത്രം എന്ന് മലയാളത്തിൽ ബോർഡ് എഴുതി വച്ചിരിക്കുന്ന ഡോർമിറ്ററിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കെട്ടിടം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് വളരെ അടുത്താണ്. കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ ഇപ്പോൾ ഏതാണ്ട് പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ധാരാളം ടൂറിസ്റ്റുകളുടെ വരവുണ്ട്. അവിടെ ധാരാളം ഭക്തന്മാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പഴയതുപോലെയല്ല, വിശ്വനാഥ ക്ഷേത്രവും പരിസരവുമെല്ലാം വലിയ തീർത്ഥാടന പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള 10 സെൻറ്റ് ഭൂമിയും ഏതാണ്ട് 4000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു കെട്ടിടവുമുള്ളത്. എന്നാൽ ആ കെട്ടിടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പഴയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ്റെ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ എത്തുകയും ഈ സ്വത്ത് സന്ദർശിക്കുകയും ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുകയും ഇത് പുതുക്കി പണിയുന്നതിനും മറ്റും നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് 2 കോടി രൂപയുടെ ഏതാണ്ടൊരു എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി ഈ സത്രം പുനർനിർമ്മിക്കാനായി ദേവസ്വം ബോർഡ് എത്തുമ്പോൾ ആ കെട്ടിടം കൈവശം വച്ചിരിക്കുന്ന വ്യക്തി അതിന് അനുവാദം നൽകിയില്ല. അയാൾ അവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു തർക്കം ഉടലെടുക്കുന്നു. അത് അയാളുടേതാണ്. ആ ദേവസ്വം ഭൂമി എന്നത് അയാളുടെ സ്വകാര്യ ഭൂമിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഉടൻ തന്നെ അയാളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് രേഖകൾ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം പിന്നീടുള്ള ഭരണസമിതികളൊന്നും തന്നെ അല്ലെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ വസ്തുത. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പിന്നീട് വന്നു. ശബരിമലയിൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നതിലേക്ക് പിന്നീട് അവരുടെ ശ്രദ്ധ മാറി. ഈ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ ചതിയുണ്ട് എന്ന് പിന്നീട് വാർത്തകൾ വരുന്നു. അതാണ് പിന്നീട് സ്വർണ്ണക്കൊള്ള കേസായി പിന്നീട് മാറിയത്. ശബരിമല ശ്രീകോവിലിൽ നിന്നും കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയ ഒരു കുറ്റകൃത്യമായി പിന്നീട് അത് മാറിയതെല്ലാം നമ്മൾ കണ്ടു. ഇങ്ങനെ ഓരോ ദേവസ്വം ബോർഡും അധികാരത്തിൽ വരുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വിവാദങ്ങളിലേക്ക് പോകുന്നു. ആ വിവാദങ്ങളിലേക്ക് കരകയറാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് ആ സ്വത്ത് ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അവിടെ ഈ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ കാശി മലയാളി സമിതി എന്നൊരു കമ്മിറ്റിക്ക് പോലും അന്ന് രൂപം നൽകിയതാണ്. പക്ഷേ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. ആ സ്വത്ത് അവിടെ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയും തുടർ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ആ സ്വത്തിനെക്കുറിച്ച് മറന്നേക്കുമെന്നാണ് അവിടുത്തെ മലയാളികൾ മുന്നറിയിപ്പ് നൽകുന്നത്. അത്രമാത്രം ഭൂമി കയ്യേറ്റം അവിടെ ശക്തമാണ്. ആരും കേൾക്കാനില്ലാതെ അല്ലെങ്കിൽ ആരുടെയും ഉടമസ്ഥതയില്ലാതെ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഭൂമി പെട്ടെന്ന് കൈമാറിപ്പോവുകയും കയ്യേറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വലിയ വിമുഖത കാട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വന്ന ദേവസ്വം ബോർഡുകളെല്ലാം, അതായത് അനന്തഗോപന് ശേഷം ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്ന ഭൂമി ദേവസ്വം ഭൂമി തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും നടപടികളൊന്നും തന്നെ ആയില്ല. ഇപ്പോൾ ദേവസ്വം ഭൂമി മുഴുവൻ വിവിധ തരത്തിലുള്ള മാഫിയയുടെ കയ്യിലാണ്. അത്തരത്തിൽ ഒരു ഭൂമിയാണ്, കണ്ണായ സ്ഥലത്തെ ഭൂമിയാണ്. ഉത്തരേന്ത്യയിലെ വാരാണസി എന്ന ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഭൂമിയാണ് ഇത്തരത്തിൽ കൈമോശം വന്നു പോകുന്നത്. പുതിയ ദേവസ്വം മന്ത്രിയാണ്, പുതിയ സർക്കാർ അധികാരം
അധികാരമേറ്റിരിക്കുന്നു. ഭഗവാന്റെ സ്വത്ത് ആർക്കും അടിച്ചു മാറ്റാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രതിജ്ഞയെടുത്ത സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ദേവസ്വം മന്ത്രി പുതിയ ചില മാറ്റങ്ങളൊക്കെ നടപ്പാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അന്യാധീനപ്പെട്ട പോയ ഭൂമി അത് തിരിച്ചു പിടിക്കാൻ സഹായിക്കുമോ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വേഗതയുള്ള ഒരു പദ്ധതി ദേവസ്വം ബോർഡ് നടപ്പിലാക്കുമോ എന്നാണ് അറിയേണ്ടത്. വാരാണസിയിലെ സത്രം ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി തിരിച്ചു പിടിക്കണമെന്ന് ഭക്തരുടെ ഭാഗത്തു നിന്ന് ആവശ്യം ഉയരുകയും ചെയ്യുന്നു.